ഇന്നിവിടെ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഒരു ഗ്രൗണ്ടിൽ ഒരു പാടമാണ്, ക്ഷേത്രത്തിന് അടുത്താണ് പാടം. അവിടെയാണ് നമ്മുടെ പ്രോഗ്രാം. ഞങ്ങളെല്ലാവരും കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ട്, നോമ്പൊക്കെ ആണല്ലോ. മാത്രമല്ല ഈ റോഡൊക്കെ മൊത്തം ഫില്ലാവും. അപ്പോൾ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട് എല്ലാവരും. പതിവിലെത്തുന്നേക്കാൾ ഒരുപാട് നേരത്തെ എത്തിയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, അപ്പോൾ ഞങ്ങളെ സ്റ്റേജിൻ്റെ ബാക്കിലെത്തിയിട്ടുണ്ട്. ഹുസൈനിക്കാടെ ഫോട്ടോഷൂട്ടാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഹബീബ് ഉണ്ട്, നമ്മുടെ ജാഫർ ഉണ്ട്. ഞങ്ങളുടെ ടീമിലെ മൾട്ടിയാണ് ജാഫർ. ഇവിടെ മനുവിനെ എടുക്കണില്ല, ഭയങ്കര ലുക്ക് ഗ്ലാമർ. മനുവിനെ കട്ടി. അതവിടെ നമ്മുടെ ചെക്കൻ്റെ ഇവിടെ ഷുഹൈബാണ്, നമ്മളെ ഇന്നത്തെ അമീർ. അതാ അവിടെ നമ്മുടെ ചെക്ക ഷിബിലിൻ്റെ ഇവിടെ കുറേ ആളുകൾ അവിടെ നിന്നിട്ട് കടലിടുന്നുണ്ട്. മനു എന്താ മോത്തേച്ചില്ലേ? ചെങ്ങായിനെ ടീമിൽ നിന്ന് നട്ടണം കേട്ടോ. അത് ഭയങ്കര ഗ്ലാമർ കൂടിക്കുന്നു. ഷുഹൈബേ, ടീമിൽ നട്ടണേ. അവൻ ഗ്ലാമർ കൂടിയുണ്ട്. അവനെ ടീമിൽ നട്ടണം. ഹുസൈനിക്ക പിന്നെയും പ്രായം കുറഞ്ഞു വരികയാണ്. സംഭവം 10-60 വയസ്സായെങ്കിലും ആളെപ്പോഴും കാണുമ്പോൾ ചുറുക്കുള്ള ചെക്കനായിട്ട് അടിപൊളിയായിട്ട് വരികയാണ്. ഇപ്പോൾ നമ്മൾ അനീഫ് അത് അവിടെ നിന്നിട്ട് ഷോട്ടാട്ടാ. പ്രിയമുള്ളവരെ, ഞാനില്ലാതെ എനിക്ക് കുറച്ച് ഗ്ലാമർ കൂടി പോയതിന്റെ പേരിൽ ഇന്നെ ഒഴിവാക്കിയിട്ട് ഇവര് മാത്രം വീഡിയോ എടുക്കുന്ന പരിപാടി. ഷിബിലിന്റെ ഫോണിൽ എന്റെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഇനി കിട്ടണമെങ്കിൽ എന്താ ചെയ്യേണ്ടി ഷിബില? പിന്നെ നല്ലൊരു രസമുള്ളൊരു സ്ഥലമാട്ടോ. നമ്മുടെ മുന്നേ പണ്ട് കുന്നങ്ങളൊക്കെ പോകുമ്പോൾ ഈ വഴി പോവാറുണ്ട്. അപ്പോൾ അന്നേ നമ്മളിത് ആസ്വദിക്കുന്നൊരു സ്ഥലമാണ്. അതിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ പ്രോഗ്രാം. ഇന്ന് ഞാനിതിൻ്റെ സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാം. നല്ല പച്ചപ്പുള്ളൊരു പാടം, കൃഷി കാര്യങ്ങൾ, നെൽകൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഞാൻ എൻ്റെ ക്യാമറയിലൂടെ ഇങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ഈ ഒരു ഫ്രെയിം ഭയങ്കര ഇഷ്ടമായി. കാരണം ഒരു മരം, അത് 2 സൈഡിൽ 2 എന്താ പറയുക അച്ഛച്ചന്മാരിയ്ക്കുന്നു. അപ്പോൾ ഞാൻ മനുവിനോട് പറഞ്ഞു അവിടെ പോയി നിൽക്കാൻ, ഒരു ഫോട്ടോ എടുത്തുതരാന്ന് പറഞ്ഞു. ഈ മാരയോട് അവിടെ പോയിക്കടാ. ആ ചേട്ടൻ്റെ അടുത്ത് പോയി, നല്ല രസമുണ്ട്. ചേട്ടനെ മാസ്ക് ആക്കലടാ. ചേട്ടനെ മാസ്ക് ആക്കലേ? എന്ത് രസാ, അടിപൊളി. ആരാ വരുന്നത്? നമ്മുടെ പ്രോഗ്രാമിന്റെ മുതലാളി. ആ മുതലാളി നമ്മുടെ പരിപാടിയുടെ മുതലാളിയാണ് നിൽക്കുന്നത്. മറ്റേ മുതലാളിയോടെ പോയി തകർക്കും. അല്ലല്ല, ആ ബാബുക്കാട് ഫേസിലിടല്ല എന്തെങ്കിലും കൊടുത്തു നോക്കിയേ. ഇത് ഷൂട്ട് ചെയ്യാം. പോയിക്കോ, നീയാണ്ട് പോയിക്കോ, പ്രധാണ്ട് പോയിക്കോ, നിങ്ങൾ 2 പോയിക്കോ. നല്ല റൊമാൻറ്റിക് ആയിട്ട് പോയിക്കോ. സെൻട്രിൽ കൂടെ പോ. നോക്കിയേ. പ്രോഗ്രാമിന്റെ മുതലാളി ബാബുഖാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ബാബുഖാൻ, ഞങ്ങളെ മുജീബിന്റെ മുടി ഇങ്ങനെ സെറ്റപ്പ് ആക്കിയ ബാബുഖാൻ. സിറാജിക്കാടെ മുടി ബാബുക്ക് എങ്ങനെ ആക്കി? സുൽഫി കൊണ്ടായിട്ട് മനു എറിയാൻ പോവാണ് ഇവിടെ. മനുവിന് കലാവാസന ഉണ്ടാവട്ടെ. ഇല്ല, ആ മനു കൊള്ളാട്ടാ. മനു എറിയടാ, എറിഞ്ഞോണ്ടിരിക്കും മനു. ഇഞ്ഞി എറിയടാ. ഇപ്പൊ 100 ഇഞ്ഞി എറിഞ്ഞോണ്ടിരിക്കും. മനു വിട്ടുകൊടുക്കരുത്, എറിഞ്ഞോണ്ടിരിക്കും. ഇപ്പൊ 100 ആയിട്ടുള്ളൂ, വിട്ടുകൊടുക്കരുത്. മനു എറിഞ്ഞ് അതാണ് കാണും. 8 പോലും വീട്ടില്ല. അവിടെ ഉണ്ടല്ലോ മനുവിന്റെ ഏറ് കാണാൻ വേണ്ടി വന്നിരിക്കുന്നവരാണ് ഇവരെല്ലാരും. ക്രിക്കറ്റ് ബാറ്റിന് വേണ്ടി മനു കഷ്ടപ്പെട്ട് അഹോരാത്രം പണിയെടുത്തു. ലൈഫിൽ മനു കളിക്കാത്തൊരു സാധനത്തിന് വേണ്ടിയിട്ടാണ് ഏറിയത്. മനു വിട്ടുകൊടുക്കരുത്. മനു പൈസ കൊടുക്കും. ഞാൻ ഒരു ഏറ് തരാം. മനു ഞാൻ ഒരു ഏറ് തരട്ടെ, പൈസ കൊടുക്കും. ഓക്കെ, ഞാൻ ഒരു ഏറ് തരട്ടെ. പിന്നെ
ഒക്കെ വീണം കറക്റ്റ് ഷിയാബുദ അടുത്തത് എറിയാൻ വേണ്ടി പോന്നു. ഇത് എറിയുന്നത് ഇങ്ങനെ പരിപാടിയാണ്. ബോൾ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ പൊക്കി പിടിക്കുന്ന പരിപാടി. അപ്പൊ ഇതിലിട്ട് കഴിഞ്ഞാല് ഇത് ഷെയ്ക്കയുടെ പേയ്മെന്റ് എന്നാണ് പറഞ്ഞത്. ടോട്ടല് കണക്ക് കൂട്ടും. ഷിയാബുദ എറിയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോളോ ഫ്രിഡ്ജ് കിട്ടും. 18 ഏറ്റവും ചുരുങ്ങിയത്. 35 ഫ്രിഡ്ജ് മൊത്തം കണക്ക് കൂട്ടിയിട്ടല്ലേ? വലിയ സംഖ്യയിൽ മാത്രം ഇടാ. വലിയ 5-ലിട ഒക്കെ 5-ലിട്. 2 ഗിഫ്റ്റ് എന്തായാലും കിട്ടും. 19 ഒരു ചട്ടി കൊടുക്ക് 19. ഈ 18 നോക്കിയാ ചേട്ടാ നോക്കിയാ 19 ചട്ടി കൊടുക്കുക. ഞാൻ കുപ്പി വെള്ളം കുപ്പി ഇത് നമുക്കാണോ? എനിക്ക് വെള്ളം കുപ്പി അനക്ക് വെള്ളം കുപ്പി. ഇത് ചട്ടി വേണ്ടേ? ഷിയാബുദ സമ്മാനം കൊടുത്ത് 10 രൂപ ഇവിടെ ചട്ടി കിട്ടിയിരിക്കുന്നുണ്ടെങ്കിൽ ഇന്നത്തെ പ്രോഗ്രാമിന്റെ പേയ്മെന്റ് മൊത്തം ഇവിടെ ഞാനും പറഞ്ഞാലോ. അടുത്ത മനുവിന് ആഗ്രഹമുണ്ട്. ഞങ്ങളെല്ലാരും ഇട്ടിട്ട് ഞങ്ങക്ക് ഈ ഗിഫ്റ്റ് ഒക്കെ കിട്ടി. പക്ഷെ മനു ഇത്രയും നേരം ഇട്ടിട്ട് ഒന്നും പോലും കിട്ടിയില്ല. മനുവിന്റെ പേയ്മെന്റ് മൊത്തം ഇവിടെ അടിച്ചു കളഞ്ഞിട്ടിരിക്കാണ്. ഷുഹൈബ് നോക്കി ശ്രമിച്ചു നോക്ക്. ഇട്ടോ ആയിക്കോട്ടെ. അതിന്റെ ഷെയ്ക്കട ഇയാൾക്ക് നല്ല ഉഷാറായിട്ട് പോയി. ആൾക്കൊരു ഉഷാറില്ലാത്തവരെ അവിടെ പോയി ഇത്രയും കച്ചവടം കിട്ടിയിട്ട് ഞങ്ങളെ പൈസ മൊത്തം കിട്ടിയിട്ട് ദിയയുടെ ഒരു വളരെ ചലഞ്ചിങ് ആയിട്ടുള്ളൊരു പരിപാടിയാണ്. സംഭവം മനുവിനെ വെട്ടിക്കുന്നുള്ളത് നോക്കാം. സെറ്റ് 5 അല്ലേ 1. ഓക്കെ, ഞാൻ ഇവിടുന്ന് എടുക്കാം അതില്ലേ വീണ്ടും ഒന്നില്ലേ. മനുവിന് എന്താ പറയാ വലിയൊരു ചലഞ്ചിങ് ആണ് ഇപ്പൊ ദിയ കൊടുത്തോണ്ടിരിക്കുന്നത്. 6-2 ഓർക്കസ്ട്ര ഇതാണ്ട് കൊട്ടിക്കോ. നൂറ് കൊടുത്തിട്ട് 20 രൂപ ഒന്നുമില്ല. 6, 3, 9, 2, 11, 12, 17. മനുവിനൊരു വെല്ലുവിളിയായിരുന്നു. ഇവിടെ നമ്മുടെ ഓർക്കസ്ട്ര ബാലൻസിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓർക്കസ്ട്രേഷൻ ബാലൻസിങ് കഴിഞ്ഞാൽ വോക്കൽ ചെക്കിങ് കഴിഞ്ഞാൽ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ പ്രോഗ്രാം ഒരു 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്നാണ്. കറക്റ്റ് 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും 7 മണിക്ക് നമുക്ക് പ്രോഗ്രാം തുടങ്ങാനുള്ള എല്ലാ സെറ്റപ്പും ചെയ്തു വെക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അതൊരു വൈബ് സ്ഥലം കേട്ടോ. കാരണം ഇതിൻ്റെ നമ്മളെ പാടത്തിൻ്റെ പറമ്പിൽ കൂടിയ നമ്മുടെ ഉത്സവത്തിൻ്റെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒപ്പം ഞങ്ങളുടെ നോമ്പ് തുറക്കുള്ള സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹബീബ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് ഉത്സവം നടക്കുന്ന, ഒരു ഭാഗത്ത് നോമ്പ് തുറക്കാനുള്ള സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പൊന്നൂർക്ക് കൊടുത്ത പൂച്ചക്കെന്തറ കാര്യം അത് നോമ്പില്ലല്ലോ. ഞങ്ങളെ ബാലൻസിങ് കഴിഞ്ഞ് ബാങ്ക് വിളിച്ച് ഇതാ നോമ്പ് തുറക്കാണ്. ഭയങ്കര രസമാട്ടോ. കാരണം ഞങ്ങൾ സ്റ്റേജിൽ നിന്നാണ് ഞങ്ങൾ നോമ്പ് തുറക്കുന്നത്. അപ്പോൾ ഒരു സൈഡിൽ ഉത്സവം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അമ്പലത്തിൻ്റെ അടുത്ത്, ക്ഷേത്രത്തിൻ്റെ അടുത്താണ്. അവിടെ അതിൻ്റെ ഓപ്പോസിറ്റ് ഞങ്ങൾ സ്റ്റേജിൽ ഇങ്ങനെ നോമ്പ് തുറക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു വൈബ് ഉണ്ടല്ലോ. എന്താ പറയുക, എല്ലാവരും ഉണ്ട്.
അപ്പോൾ നമുക്ക് മതമല്ല പ്രശ്നം, മതമല്ല പ്രശ്നം, പൊരിയുന്ന വയറാണ് പ്രശ്നം. എല്ലാവരും ഒറ്റക്കെട്ടായി മതേതരത്വത്തോടു കൂടി നമ്മുടെ ഈ കേരളത്തിൽ നമുക്ക് എല്ലാവർക്കും മുന്നോട്ട് പോകാം. അപ്പോഴേക്കും ഞങ്ങൾ പ്രോഗ്രാം തുടങ്ങി, സ്റ്റേജിൽ സോങ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ നമുക്ക് ഓഡിയോ കേൾപ്പിക്കാൻ വയ്യ, കാരണം കോപ്പിറൈറ്റ് ഇഷ്യൂ വരും. അപ്പോൾ അതുകൊണ്ട് നമ്മളതിൻ്റെ ഓഡിയോ കേൾപ്പിക്കണില്ല, നമ്മളിതിൻ്റെ വീഡിയോ കാണിക്കുന്നേ ഉള്ളൂ. അപ്പോൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തൊരു 3-4 സോങ്ങുകൾ, ആദ്യം മെലഡി ഗാനങ്ങളൊക്കെ പോയി. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ള് അടിപൊളി വൈബായിരുന്നു. കിട്ടില്ല അടിപൊളി സോങ്സ്, അത് ന്യൂ സോങ്സ്, ട്രെൻഡിങ് സോങ്സും അതേപോലെ തന്നെ ഓൾഡ് അടിപൊളി സോങ്സും ഒക്കെ ആയിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ട് നമ്മളൊരു ഗാനമേള ഓഡിയൻസ് എന്ന് പറയുമ്പോൾ അവിടെ എല്ലാവരും ഉണ്ടാവും. പ്രായമുള്ളവരുണ്ടാവും, കുട്ടികളുണ്ടാവും, ന്യൂ ജനറേഷൻ ഉണ്ടാവും. എല്ലാവർക്കും തൃപ്തിയാവുന്ന രീതിയിലാണ് നമ്മുടെ പ്രോഗ്രാം ചെയ്തത്. എന്തായാലും നല്ല അഭിപ്രായമായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഞങ്ങളെ വിജുവേട്ടൻ്റെ വീട്ടിലായിരുന്നു ഫുഡ്, വിജുവേട്ടൻ്റെ വീട്ടിലായിരുന്നു ഫുഡ്. അവിടെ നമ്മുടെ സുഹൃത്തുക്കൾ, പ്രോഗ്രാമിന് ഞങ്ങൾ സപ്പോർട്ട് ചെയ്തത് നമ്മുടെ വീട്ടുകാരും അവരുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിരുന്നു. ഒരു പഞ്ചാബി ഉണ്ടായിരുന്നു, അവരൊക്കെ നല്ല സ്റ്റേജിൽ നല്ല ഡാൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ, ഭയങ്കര സപ്പോർട്ടായിരുന്നു. അപ്പോഴേക്കും നമ്മുടെ ഉണ്ണിയേട്ടൻ, സൗണ്ട് എഞ്ചിനീയർ ഉണ്ണിയേട്ടനും അതുപോലെ തന്നെ ടീംസും അൻവറും എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്, ഞങ്ങളെല്ലാം ഫുഡ് കഴിച്ചു കേട്ടോ. അതിന് ശേഷമാണ് ഇവർ ഫുഡ് കഴിക്കാൻ വന്നത്. കാരണം സൗണ്ടും ലൈറ്റ്സും അവരൊക്കെ അത് ആ സാധനങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടേ പിന്നെ ഫുഡ് കഴിക്കാൻ വരാൻ പറ്റുള്ളൂ. അപ്പോൾ അവരതെല്ലാം എടുത്തു വെച്ച് അവരും ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുകയാണ്. നോമ്പാതിൻ്റെ പേരിൽ അതിൻ്റെ ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ട്. കുഞ്ഞാക്ക നെയ്ച്ചോറും ചിക്കൻ കറി അടിച്ച് പൊളിക്കുകയാണ്. അൻവർ ഇരുന്നിട്ടുണ്ട്, ബാക്കിയുള്ളവരൊക്കെ ഫുഡ് കഴിക്കാണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് നല്ല സ്നേഹത്തോട് കൂടിയിട്ടാണ് വിജയേട്ടൻ്റെ വൈഫും അമ്മയൊക്കെ ഫുഡ് ഞങ്ങൾക്ക് വിളമ്പി തന്നത്. റബ്ബർ കട്ടുമ്മേ എന്തെങ്കിലും മുഖം മാറ്റണേ. അങ്ങനെ ഞങ്ങളിതാ പുറത്ത് വന്ന് നോക്കുമ്പോൾ അപ്പുറത്ത് നമ്മുടെ ബാബുക്കാനായിട്ട് മനുവും ഷുഹൈബ് എന്തോ തള്ളിക്കൊണ്ടിരിക്കുകയാണ്. വിജേട്ടാ, നമ്മളെ പ്രോഗ്രാം എങ്ങനെ ഉണ്ടായിരുന്നത്? ഉഷാറ്, അടിച്ച് പൊളിച്ച് തകർത്തരിപ്പണാക്കി വിജയേട്ടന് ഒക്കെയാണ് നമ്മളെ പ്രോഗ്രാം. അപ്പോൾ നെരൂദക്കും വിജയേട്ടനും നമ്മുടെ ബാബുവിനും എല്ലാ സുഹൃത്തുക്കൾക്കും എല്ലാ സഖാക്കൾക്കും പ്രത്യേകം നന്ദി അറിയിക്കാം.